പ്ലാനറ്റോറിയം കണ്ടിട്ട് അടുത്തത് പോയത് പെരിയാർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിലേക്കാണ്. അതിനകത്ത് തന്നെ സെന്റർ ഫോർ ന്യൂക്ലിയർ പവർ ഉണ്ടായിരുന്നു. ചെന്നതും കണ്ട് തെർമൽ എനർജി ബേസ് ചെയ്ത് മെറ്റൽസിന്റെ അവൈലബിലിറ്റി വേൾഡിൽ എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന മോഡലാണ്. അതിനടുത്ത് പെർപെക്ച്വൽ മോഡൽ മെഷീൻ. ഇത് കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്ത എന്ന സയന്റിസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള ഈ ഡിസ്കവറി ഫെയിലിയർ ആണ്. ബിക്കോസ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിയേക്കാൾ കൂടുതലാണ് ഇതിന്റെ ബിൽഡിങ്ങിന്. ഇത് ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കാണിക്കുന്ന റൈറ്റിംഗ് മോഡലാണ്. ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ ന്യൂക്ലിയർ പവർ യൂസേജ് കുറിച്ചാണ്. ഗ്രീൻ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ് ഹസാർഡസ് അല്ലാതെ ഇരിക്കും, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്നും ഇതാണ് ഫസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് ന്യൂക്ലിയർ റിയാക്ടർ ചിക്കാഗോ പൈൽ. അതിന്റെ വർക്കിംഗ് ആർക്കിടെക്ചർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ മോഡൽ. ഇദ്ദേഹമാണ് ഡോക്ടർ ഹോമി ജെ ബാബ, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം. പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മോണിറ്ററി എക്യുപ്മെന്റുമാണ്. 3D റൂമിൽ പവർ പ്ലാന്റ് വർക്കിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് ആ സ്റ്റീമിനെ ടർബൈനിൽ റിയാക്ടർ വഴി കടത്തിവിട്ടിട്ട് മാഗ്നറ്റിക് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നേരെ കാണുന്ന 3D സയൻസ്